സോളാർ കേസ് വിവാദം കേരളക്കര മറക്കാറില്ല. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഈ കേസിൽ കൊണ്ടുവന്ന് കുടുക്കിയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം ആരാണ് എന്നുള്ളത് പലവട്ടം ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുമ്പോഴും ഇതെല്ലാം ചില താല്പര്യങ്ങളുടെ പുറത്ത് മാത്രമാണ് ഈ പേര് പുറത്തു കേട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉയർന്നു കേട്ടിരുന്നത് കെ ഗണേഷ് കുമാറിന്റെ പേരാണ്. അദ്ദേഹം LDF ഇതിലേക്ക് വരികയും പിന്നീട് പൊതുഗതാഗത മന്ത്രിയായിട്ട് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകിയിരിക്കുകയാണ്. ആരാണ്? KPCC അംഗമായിട്ടുള്ള CR നജീബ് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജിന് മുൻപാകെയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഗണേഷ് കുമാർ ആവശ്യപ്പെട്ട പ്രകാരം 2015 മെയ്യിൽ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ES സഞ്ജയ് ഖാനുമായിട്ട് പത്തനാപുരത്തെ പാർട്ടി ഓഫീസിൽ എത്തിയിരുന്നതായിട്ടാണ് നജീബ് പറയുന്നത്. അപ്പോൾ മൊഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുള്ള ഇദ്ദേഹത്തിന് നജീബിന് ഗണേഷ് കുമാറുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു സ്വാഭാവികമായും. അപ്പൊ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ഗണേഷിനെ തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തെ മന്ത്രിയാക്കാത്തതിലുമുള്ള ഒരു വിരോധം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയോട് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. അപ്പോൾ മനഃപൂർവ്വം തന്നെ ഇത് വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട്, ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ഈ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഗണേഷ് കുമാറിന്റെ മുറിയിൽ എത്തിയപ്പോൾ സോളാർ കേസിലെ അതിജീവിത അവിടെ ഉണ്ടായിരുന്നു. തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉമ്മൻചാണ്ടിയോട് സമ്മർദ്ദം ചെലുത്തണമെന്ന് ഗണേഷ് കുമാർ പറയുകയാണ് ചെയ്തത്. അതിജീവിതയോട് ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ പീഡന കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ഒന്നും ശരിയാകില്ല, ബാക്കിയെല്ലാം തന്റെ കയ്യിലാണ്. അതായത് തന്റെ എന്ന് പറയുന്നത് സോളാർ കേസ് അതിജീവിതയുടെ കയ്യിലാണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഈ അതിജീവിത തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ആ മുറി വിട്ട് അതിജീവിത ഇറങ്ങിപ്പോവുകയാണ്. ഭീഷണി സംബന്ധിച്ച വിഷയം പറയാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. PA വിവരം ധരിപ്പിച്ചതായിട്ടും നജീബ് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചോദിക്കുന്നുണ്ട്, എന്നെ പറ്റി എന്തിനാണ് ഇങ്ങനെ ഒരു ഇല്ലാ കഥ പറഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് അറിയാം എന്തോരം വേട്ടയാടപ്പെട്ടു. അദ്ദേഹം പിന്നീടുള്ള കാലം മുഴുവനും വേട്ടയാടപ്പെട്ടു. മൊഴിയെടുക്കാനൊക്കെ വരുമ്പോൾ 10, 12, 15 മണിക്കൂറുകളൊക്കെ അദ്ദേഹം മൊഴി കൊടുക്കാനായിട്ട് അപ്പോഴും വളരെ സമാധാനത്തോടുകൂടി, വളരെ നിസ്സംഗതയോടുകൂടി അദ്ദേഹം അതിനെല്ലാം നേരിട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ആരോപണം, UDF സർക്കാരിനെ പിടിച്ചു കുലുക്കിയ ആരോപണമായിരുന്നു അത്. ആ സാഹചര്യത്തിലല്ലേ പിണറായി സർക്കാർ കടന്നു വരുന്നത്. ഇന്ന് പിണറായി ഇറങ്ങിപ്പോകുമ്പോൾ പിണറായിക്ക് ജനം കൊടുത്ത തിരിച്ചടി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ കാലം കണക്ക് ചോദിക്കും എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാലത്തിന്റെ ഒരു കണക്ക് ചോദിക്കലുണ്ട്. അതല്ലേ ഇവിടെ നടന്നത്? അദ്ദേഹത്തെ അട്ടിമറിച്ച, അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ഇത്രത്തോളം തേജോവധം ചെയ്ത് ആ കുടുംബം തന്നെ അത്രത്തോളം ആ കുടുംബം അനുഭവിച്ച മാനസിക ധാർമ്മിക വിഷമങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് മാറിപ്പോകുമോ? ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് നീതി കിട്ടി. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് നീതി കിട്ടി. അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളത് തെളിഞ്ഞു. പക്ഷേ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതല്ല, അതിനേക്കാൾ അദ്ദേഹം അനുഭവിച്ച മനോവിഷമം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ ഭയന്നിട്ടുള്ളവർ ചേർന്ന് ഒന്നടങ്കം അവരവരുടെ, അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഗണേഷ് കുമാറിന്റെ അടക്കം ചില പ്ലാനുകൾ മറ്റൊരു കുറുവാ സംഘവുമായി ചേർന്നുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചന. അതിന്റെ ഫലമല്ലായിരുന്നോ അന്നത്തെ തിരഞ്ഞെടുപ്പ് വിജയവും ഒക്കെ?
രണ്ടാമത് വന്നപ്പോൾ അത്രത്തോളം ഈസിയർ ആയിട്ട് ഇവർക്ക് അധികാരത്തിൽ കയറാൻ പറ്റുക എന്നുള്ളത് ചോദിക്കണം. വോട്ട് വർധനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും മാറ്റിക്കുത്താൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. കോവിഡ് വന്നു, കോവിഡിനെ മറച്ചു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അതായത് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നീടാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ കെ ശൈലജ അവർ പറഞ്ഞു, ഈ ഒരു PPE കിറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തനിക്കറിയില്ല, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് നടന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ അത്രത്തോളം ഇവർ ഭയന്നിരുന്നു. ഈ ഒരു സർക്കാരിന്റെ ജനപ്രീതിയെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനപ്രീതിയെ ഭയന്നിരുന്നു. അദ്ദേഹം രാവന്തിയോളം പണിയെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു മനുഷ്യനെ എങ്ങനെ താഴെ ഇറക്കണം, അതിനു വേണ്ടുന്ന ഏറ്റവും ക്രൂക്ഡ് ആയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്. ഇപ്പോൾ നോക്കൂ, ഏറ്റവും കുറവ് സീറ്റുകൾ നേടി CPM അല്ലെങ്കിൽ LDF ഭരണത്തിൽ നിന്ന് തന്നെ പോയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് എവിടെയാണ് ഇനിയിപ്പോ CPM അധികാരത്തിൽ, ഇടതുപക്ഷം അധികാരത്തിലുള്ളത്? നാമാവശേഷമായില്ലേ? അപ്പോ ഞാൻ ഇതാണ് പറഞ്ഞത്, കാലത്തിന്റെ കാവ്യനീതി. കഴിഞ്ഞ ദിവസം സ്റ്റീൽ ബെഞ്ചിലിരിക്കുന്ന പിണറായി വിജയനെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ ട്രോളിക്കൊണ്ടൊക്കെ വന്നു. നമ്മൾ ഒരു കാര്യത്തിനും അതിര് വിട്ടുകൊണ്ടുള്ള പരിഹാസമോ പുച്ഛമോ ചെയ്യുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. അവനവൻ കൊയ്യുന്ന അവനവന്റെ കർമ്മ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴുള്ള ഈ മൊഴി പോലും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ നജീബിന്റെ ഈ മൊഴി കൂടി പുറത്തു വരുമ്പോൾ താൻ സംശുദ്ധനാണ്, തനിക്ക് 5000 കാമുകിമാരുണ്ട് എന്നൊക്കെ പറയുകയും അതൊക്കെ മേനി നടിക്കുകയും ചെയ്യുന്ന KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെയും ഒരു സിനിമാ നടന്റെയും മികച്ചൊരു നേതാവാണ് അദ്ദേഹം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആക്ടറാണ്. അദ്ദേഹത്തിന് അത്രത്തോളം തന്മയത്വത്തോടു കൂടി നമ്മുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കാനും ചിരിക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അത്ഭുതം കാണിക്കേണ്ടതൊന്നുമില്ല. മികച്ച അഭിനേതാവ് തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. തന്നെ മന്ത്രിസ്ഥാനത്ത് തന്നെ നിന്ന് നീക്കി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഒപ്പം നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നത് എന്നുള്ളതാണ്. മറ്റാർക്കെതിരെ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ, ആ നേതാവിനെ അപമാനിച്ചതിനുള്ള ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ, അന്വേഷണമൊക്കെ ഒന്നുകൂടി മുറുകുകയാണ് എന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന്റെ ചീട്ട് കീറും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ, തെറ്റുകാരനാണെങ്കിൽ, ആരൊരാളായാലും തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ മറ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. VD സതീശൻ സർക്കാരിന് ആർജവം ഉണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇനിയെങ്കിലും നടത്തണം. പല കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കാതെ പോയിട്ടുണ്ട്, പല അന്വേഷണങ്ങളിലേക്കും പോകാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച്, ഇതെല്ലാം കൃത്യമായി അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ജനങ്ങൾക്കും പറയാനുള്ളത്. ആ കുടുംബത്തിന്, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി കിട്ടി എന്നിരുന്നാൽ പോലും ഈ ഗൂഢാലോചന അത് തെളിയേണ്ടത് അത്യാവശ്യമാണ്. ഒരാളെ രാഷ്ട്രീയ ഭ്രഷ്ടനാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും മോശമായിട്ടുള്ള ആരോപണമാണ്. CPM-ന് ഈ പെണ്ണ് കേസ് പറയുക എന്ന് പറയുന്നത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ ഉണ്ടാക്കുക CPM-നെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരു നേതാവിനെ, അവർക്ക് താല്പര്യമില്ലാത്ത ഒരാളെ അവർക്ക് അധികാരത്തിൽ നിന്ന് മാറ്റണം, സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കൊണ്ടുവരിക ഒരു സ്ത്രീ വിഷയമായിരിക്കും. അത് നമ്മൾ എത്രയോ ആവർത്തി കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മോശം ചീഞ്ഞ രാഷ്ട്രീയ പരിചയമാണ്, അല്ലെങ്കിൽ ചീഞ്ഞ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്ത് തന്നെയായാലും KB ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത്, ഈ ഒരു മൊഴി എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ പലർക്കും നമ്മളൊക്കെ പലതും കേട്ട് അനലൈസ് ചെയ്ത് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഞെട്ടലൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കേരളക്കരയ്ക്കില്ല. പക്ഷേ ഇത് തെളിയണം. ഇത് എല്ലാവരുടെയും മുമ്പിൽ വളരെ വ്യക്തമായി ഇതാണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് തെളിയേണ്ടത് ആവശ്യമാണ്. അത് കാലത്തിന്റെ കാവ്യനീതി കൂടിയാണ്.